ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷണൽ അൾജിബ്ര കുറച്ചെണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ കണ്ടിന്യൂഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വൺ ലാസ്റ്റ് നമ്മൾ 7th വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8ാമത്തതാണ് ജോയിൻ. എന്താണ് ജോയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് ജോയിൻ ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതേപോലൊരു സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. ജോയിൻ ഓപ്പറേഷൻ ഓൾസോ അലോസ് ജോയിനിങ് വേരിയസ്ലി റിലേറ്റഡ് ടപ്പിൾസ് ഫ്രം ഡിഫറെൻറ്റ് റിലേഷൻസ്. അതായത് പല ടേബിൾസ്, പല റിലേഷൻസ് നിന്നിട്ട് നമുക്ക് ടപ്പിൾസിനെ ജോയിൻ ചെയ്യിക്കാം, അല്ലെങ്കിൽ റോസിനെ നമുക്ക് ജോയിൻ ചെയ്യിക്കാം. അതിൽ ജോയിൻസിൻ്റെ ടൈപ്പ് വരുന്നത് ഇന്നർ ജോയിനും ഉണ്ട്, ഔട്ടർ ജോയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹിയർ ഓൺലി ദോസ് ടപ്പിൾസ് ദാറ്റ് സാറ്റിസ്ഫൈ ദാറ്റ് മാച്ചിങ് ക്രൈറ്റീരിയ ആർ ഇൻക്ലൂഡഡ് വൈൽ ദ റെസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്. അതായത് ഇന്നർ ജോയിനിൽ നമ്മൾ മാച്ചിങ് ക്രൈറ്റീരിയ, അതായത് മാച്ചായ വാല്യൂസ് എന്താണോ അത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. അല്ലാത്ത ഡാറ്റ ഒക്കെ അവിടെ എന്താണ്, എക്സ്ക്ലൂഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുകയാണ്. ഓക്കെ, അതിൽ ഇന്നർ ജോയിനിൽ വരുന്ന ഒന്നാണ് നാച്ചുറൽ ജോയിൻ എന്ന് പറയും. നാച്ചുറൽ ജോയിൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താ, കോമൺ ആട്രിബ്യൂട്ട്, അതായത് എന്തെങ്കിലും കോമൺ ആയിട്ട്, സാധാരണയായിട്ട് ഒരു എല്ലാ ടേബിളിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ നാച്ചുറൽ ജോയിനിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ നെയിമും ടൈപ്പും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ആട്രിബ്യൂട്ട്, അതായത് നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത് കോമൺ ആട്രിബ്യൂട്ട് ആയിരിക്കണം എന്നാണ്. രണ്ട് ടേബിളിലുള്ള ഒരു കോമൺ ആട്രിബ്യൂട്ട്, അതിൻ്റെ നെയിമും അതിൻ്റെ ടൈപ്പും. ഇപ്പോൾ ഏജ് ആണെന്നുണ്ടെങ്കിൽ ഏജ് തന്നെ മറ്റേ ടേബിളിലും വരണം. ഇപ്പോൾ നെയിം ആണെന്നുണ്ടെങ്കിൽ മറ്റേ ടേബിളിലും സെയിം നെയിമും കാര്യങ്ങളും വരണം. അപ്പോൾ അങ്ങനെയുള്ള ടേബിൾസ് അല്ലെങ്കിൽ കോളംസിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുക. നാച്ചുറൽ ജോയിനാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് രണ്ടാമത്തെയാണ് ഔട്ടർ ജോയിൻ. ഇന്നർ ജോയിൻ ഉണ്ട്, ഔട്ടർ ജോയിൻ ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ ഔട്ടർ ജോയിൻ. ഔട്ടർ ജോയിൻ എന്താ പറയുന്നത്, ഇതിൽ എല്ലാ ടപ്പിൾസും എന്താ ജോയിൻ ഇൻ ആൻ ഔട്ടർ ജോയിൻ അലോങ് വിത്ത് ടപ്പിൾസ് ദാറ്റ് സാറ്റിസ്ഫൈ ദ മാച്ചിങ് ക്രൈറ്റീരിയ. നമ്മൾ കൊടുക്കുന്ന മാച്ചിങ് ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. വി ആൾസോ ഇൻക്ലൂഡ് സം ഓർ ഓൾ ടപ്പിൾസ് ദാറ്റ് ഡു നോട്ട് ദ മാച്ചിങ് ക്രൈറ്റീരിയ. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ മാച്ച് ആവാത്ത കുറച്ച് ക്രൈറ്റീരിയയും കൂടെ ഉള്ള ടപ്പിൾസിനെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ സാധാരണ നമ്മൾ ജോയിൻ്റെ സിമ്പിൾ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് 2 ലൈൻസും മുകളിലും താഴെയിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്, ഹിയർ ദ ഓപ്പറേഷൻ അലോസ് കീപ്പിംഗ് ഓൾ ടപ്പിൾ ഇൻ ദ ലെഫ്റ്റ് റിലേഷൻ. ലെഫ്റ്റ് റിലേഷൻ മീൻസ് നമുക്ക് 2 ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റത്തെ ടേബിൾ എ എന്ന് പറഞ്ഞ ടേബിളും ബി എന്ന് പറഞ്ഞ ടേബിളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എ എന്ന് പറഞ്ഞ ടേബിളിലെ എല്ലാ ടപ്പിൾസും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഹവർ ഇഫ് ദർ ഈസ് നോ മാച്ചിങ് ടപ്പിൾ ഈസ് ഫൗണ്ട് ഇൻ ദ റൈറ്റ് റിലേഷൻ. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന റൈറ്റ് റിലേഷൻ, അതായത് രണ്ടാമത്തെ റിലേഷനിൽ മാച്ചിങ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ടപ്പിളിൻ്റെ മാച്ചിങ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ നൾ വാല്യൂസ് വെച്ചിട്ട്, നൾ വാല്യൂസ് മീൻസ് 0 ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ മാച്ചിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കും. ഓക്കെ, then the attributes of the right relation in the join results are fulfilled with the null values. അതായത് മാച്ചിങ് അല്ലാത്തതിന് എന്ത് ചെയ്യും, നമ്മളവിടെ നൾ വാല്യൂ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ഔട്ടർ ജോയിൻ. റൈറ്റ് ഔട്ടർ ജോയിനിൽ നേരത്തെ ജോയിൻ്റെ സിമ്പിൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് 2 ലൈൻസ് കൊടുക്കുന്നുണ്ട്. സോ ഈ റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലെഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്
റൈറ്റിലുള്ള റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസിനെ എന്ത് ചെയ്യും, അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. പിന്നെ മാച്ചിങ് ഉള്ളത് ലെഫ്റ്റ് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ റിലേഷനിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മാച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആ ബിയിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് റിലേഷനിലേക്ക് ആഡ് ചെയ്യും. അല്ലാത്തത് എന്ത് ചെയ്യും, നൾ വാല്യൂസ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. മറ്റതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഈ ഡയഗ്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ബി എന്നുള്ള സെക്കൻഡ് റിലേഷനിലുള്ള എല്ലാ ഡാറ്റയും ഉണ്ട്. പിന്നെന്താ, എയിലുള്ള മാച്ചിങ് ഉള്ള ഈ സെൻറ്റർ പോർഷൻ കണ്ടോ, അതാണ് മാച്ചിങ് ഉള്ളത് മാത്രം അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫുൾ ഔട്ടർ ജോയിൻ. ഫുൾ ഔട്ടർ ജോയിൻ്റെ സിമ്പിൾ രണ്ടും കൂടെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. ഹിയർ ഓൾ ദ ടപ്പിൾസ് ഫ്രം ബോത്ത് റിലേഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റിസൾട്ട്. അതായത് റിസൾട്ടിങ് ടേബിൾ എന്താ, രണ്ട് റിലേഷനിലുള്ള എല്ലാ ടപ്പിൾസിനും എന്താണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാച്ചിങ് കണ്ടീഷൻ. ഇവിടെ മാച്ചിങ് കണ്ടീഷൻസ് ഒന്നും നോക്കുന്നില്ല. ഓക്കെ, അങ്ങനെ എല്ലാ ടപ്പിൾസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഫുൾ ഔട്ടർ ജോയിൻ, ലെഫ്റ്റിലും റൈറ്റിലുള്ള എല്ലാ ടപ്പിൾസും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.